ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. 4 മണിയായി, രാവിലെ 4 മണിയാണ്. ഇന്ന് നമ്മൾ ഗുരുവായൂർ പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ നീറ്റതാണ് കേട്ടോ. അനിയൻ്റെ കുട്ടിയുടെ ചോറൂണാണെന്ന്. അപ്പോൾ അത് കാരണം നമ്മളിന്ന് ഗുരുവായൂർ പോകുന്നുണ്ട്. ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ കണ്ട് തൊഴുതിട്ട് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ എണീക്കണം. അവർ 5 മണിയാകുമ്പോഴേക്കും വണ്ടി ഇങ്ങോട്ട് വരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നീറ്റിട്ടുണ്ട്, കണ്ണുമുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പൂജിട്ട് നീറ്റിട്ടില്ല, വിളിക്കട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗുരുവായൂർ പോണ വ്ളോഗാണ്. അപ്പോൾ നീറ്റിട്ട് ഇനി ഫ്രഷായി വേഗം ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മളവർ വരുമ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും. കുക്കിങ്ങൊന്നുമില്ല, നമ്മൾ കുളിച്ചിട്ട് വേഗം ഡ്രസ്സ് മാറാൻ. അങ്ങനെ നമ്മൾ 4 മണിക്ക് നീറ്റിട്ട് വേഗം ഇനി കുളിയും കാര്യങ്ങളൊക്കെ കഴിയണം. വീഡിയോ എടുക്കണോണ്ട് കുറച്ചധികം നേരത്തെ നീക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ 4:30-ക്കൊക്കെ നീറ്റാൽ മതി. അരമണിക്കൂർ കൊണ്ട് നമുക്കിപ്പോൾ കുളി കഴിഞ്ഞ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുട്ടികളും ഉള്ളതല്ല. അപ്പം ഞാൻ ആദ്യമേ നീറ്റു വേഗം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളോട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും നീറ്റാൽ മതി, അതുവരെയും കൂടെ കിടന്നോളാൻ വേണ്ടിയിട്ട്. പൂജട്ടിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് പൂജട്ടി ആദ്യം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണുകുട്ടിക്ക് പിന്നെ പറഞ്ഞ പോലെ കുളി കഴിഞ്ഞൊരു ഷർട്ടും മുണ്ടെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. മഴ ഇല്ല കേട്ടോ ഭാഗ്യത്തിന്. മഴയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മടിയായിരുന്നു. ഒരു 2 മാസം മുന്നത്തെ ഞങ്ങളുടെ ഗുരുവായൂർ പോക്ക് പെരുമഴയത്തായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ പോയിണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ കുപ്പായൊക്കെ ഇട്ട്, ഇത് ഓണത്തിൻ്റെ ഒരു ഓണക്കോടിയാണ്. ആ ഒരു ഇതില്ലേ മിഡി, ആ ഒരു പാവാട, അത് ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ്. ടോപ്പ് ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ വൈറ്റ് ഇങ്ങനത്തെ പാവാടയും മിഡിയും റെഡ് ബ്ലൗസും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് ചെറുതിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഇങ്ങനെ ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു ഏജിൽ ഈ ഒരു ഏജിൽ ഇതിടാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ഇടാന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിനും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കണവർക്കും എൻ്റെ മക്കൾക്കൊന്നും അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഓണത്തിന്, കഴിഞ്ഞ വിഷുവിന് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും ഈ ഓണത്തിൽ അത് അങ്ങോട്ട് സാധിച്ചിട്ടുണ്ട്. ബ്ലൗസ് പീസിന് വന്നിട്ട് ഒരു 110 രൂപ അങ്ങാണ്ടേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടിട്ട് അടിപൊളി എന്നല്ല കേട്ടോ, ഈ ഡ്രസ്സിൻ്റെ കളറും ടോപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു, അതാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ വേഗം ദീപം ഒക്കെ വിളക്ക് വെച്ച് ഇനി നമ്മൾ ഒരുക്കാനത്തിൽ മേക്കപ്പ്, നിങ്ങൾ പറയണ പോലെ മേക്കപ്പിൻ്റെ പരിപാടിയിലേക്കാണ് നിൽക്കുന്നത്. ആദ്യം നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീം ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീം ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വെയിലുണ്ടാവുമല്ലോ അത് വിചാരിച്ചിട്ട്. ഇത് രണ്ടും ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൗഡർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കില്ല. നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഇട്ടാൽ തന്നെ ഒരു നമ്മുടെ മുഖത്തിനൊരു ബ്രൈറ്റ് പോലെയൊക്കെ തോന്നും. പിന്നെ പൗഡറിൻ്റെ ആവശ്യം വരണില്ല. പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ലിപ്സ്റ്റിക്ക്. അതും കൂടെ ഇട്ടിട്ട് ഒരു പൊട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർത്തിയായി നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ കണ്ണും കൂടെ എഴുതും കേട്ടോ. എനിക്ക് കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്, വയ്യാത്ത പോലെയൊക്കെ തോന്നും. ഞാൻ ലിപ്സ്റ്റിക്ക് ആദ്യം അങ്ങോട്ട് ഇടും. എന്താ അറിയോ, ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി പൗഡർ ഇടണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഈ പൗഡറും കൂടെ ഇട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമുക്ക് ഓവറായിട്ട് മുഖം ഒരു ബ്രൈറ്റ് ആയ പോലെ തോന്നും. അപ്പോൾ അത് വേണ്ട. അതാണ് നിങ്ങൾ ഈ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ ചേച്ചി എന്ന് ചോദിക്കാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് പൗഡർ ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക്ക് കുറച്ച് ബ്രൈറ്റ് ആണെങ്കിൽ നമുക്ക് പൗഡറിൻ്റെ ഒന്നും ആവശ്യം വരണില്ല കേട്ടോ. ഈ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസർ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ക്രീമും മാത്രം മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മേലെ എഴുതി കൊടുത്തു. പിന്നെ കുറച്ച് മസ്കാര ഇട്ട് കൊടുത്തു. പിന്നെ അതാ ഒരു കമ്മൽ, കുഞ്ഞി കമ്മൽ, അത് ഒരു റെഡ് കളറും ഗോൾഡൻ കളറും കൂടെ വരുന്നതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാല വന്നിട്ട് ഒരു 40 രൂപയുടെ മാല ഞാൻ മാസന്ന് മേടിച്ചായിരുന്നേ. അതും ഈ ഒരു വളയും അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇത് കുറേ നിൽക്കട്ടോ ഈ ഒരു വള. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വള. നമ്മുടെ ഒരു സിൽവർ കളറല്ല, ഒരു ബ്ലാക്കും സിൽവറൊക്കെ കൂടെ കൂടിയിട്ട് എന്തോ ഒരു പേര് പറയും, ഞാൻ മറന്നുപോയി. പിന്നെ ഈ ഒരു മാല 40 രൂപയുടെ. ഇതൊക്കെ ഓണം പ്രമാണിച്ചിട്ട് ഈ മാല ഞാനും കമ്മലൊക്കെ വാങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ ഈ വളയും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് നിൽക്കും. ഉപയോഗിച്ച് അതേപോലെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുപ്പിവളയുടെയും ഒക്കെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരട്ടെ. ഞാനത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വൃത്തിക്ക് ഒരു ബോക്സിലാക്കി എടുത്ത് വയ്ക്കും. പൂജിട്ടി അതിൻ്റെ ഇടയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മുടി കെട്ടാനും കൂടെ ഉള്ളൂ. അതും കൂടെ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കലാപരിപാടി ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെയൊക്കെ ഒരുക്കാനും കഴിഞ്ഞു കേട്ടോ. കണ്ണൻ്റെ മാത്രം കഴിഞ്ഞിട്ടില്ല, അവൻ കുളിക്കാൻ കയറണേ ഉള്ളൂ. വണ്ടി എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മ. ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ എല്ലാതും ഒരുവിധം കഴിഞ്ഞു. പൂജുട്ടിയുടെയും കഴിഞ്ഞു. ഇനി കണ്ണൻകുട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങണം, മേലേക്ക് കയറണം. നല്ല ഇരുട്ടാണ് കേട്ടോ. നല്ല ഇരുട്ടാണ് പറഞ്ഞാൽ ഈ ജനൽ തുറന്ന് നോക്കിയാൽ നല്ല ഇരുട്ടാണ്. എന്തായാലും നമുക്ക് ഇവിടെ അങ്ങോട്ട് ഇതൊക്കെ അടിച്ചിട്ട് ലൈറ്റ് അടിച്ചിട്ടൊക്കെ കയറാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം പുറത്ത്. കണ്ടോ, നല്ല ഇരുട്ടാണേ. വാങ്ക് വിളിക്കണേ ഉള്ളൂ കേട്ടോ.
രാവിലത്തെ ബാങ്ക് വിളിയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇറങ്ങാണ് കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ നല്ല ഇരുട്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ സ്ഥലത്ത് നിന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ഇനി അവിടെ എത്തിയിട്ടോ അല്ലെങ്കിൽ വണ്ടിയിലത്തൊക്കെ വിശേഷങ്ങൾ കാണിക്കാം. നല്ല ഇരുട്ടാണ്. എൻ്റെ വീട്ടിൽ ഞാനാണ് കേട്ടോ പേടിത്തൂറി. അതുകൊണ്ട് തന്നെ എൻ്റെ ഇടം വല്ലതും കുട്ടികളാണ് നിൽക്കുക. അവർക്ക് ഇന്നേക്കാട്ടിലും ധൈര്യമാണ്. എനിക്ക് ഇരുട്ട് കണ്ടാൽ അതൊക്കെ കുറച്ച് പേടിയാണ്. ഞങ്ങൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പേടിച്ച് വരച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നാളികേരം കൂടെ വീണിൻ്റെയും കണ്ണൻ്റെ കിളി പോയി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എത്തി, വണ്ടിയൊക്കെ വന്ന് എല്ലാവരും ഉണ്ട് അതിനകത്ത് കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ടൊരു യാത്ര എന്ന് പറയുന്നത് നല്ല രസമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ആയി കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി പോയിട്ട്. ഞങ്ങളിതിൻ്റെ ഇടയിൽ അച്ചമ്പങ്ങളുടെ ഒരു കുടിയിരിപ്പുണ്ടായിരുന്നു, അതിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്നാണ് എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പോണത് ഇപ്പോഴാണ്. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഒരുവിധം അറിയണ്ടാവും. ഈ കാന്താരിക്കാണ് നമ്മൾ ചോറ് കൊടുക്കണത് കേട്ടോ, ചോറൂണ് കൊടുക്കണം. ചോറൂണിന് വന്നിട്ടുള്ളത്. പിന്നെ അമ്മ ഉണ്ട്, ഏട്ടനാണ്. ഇതല്ല കേട്ടോ, മുടി ഇങ്ങനെ ശരിയാക്കിയത് അതിൻ്റെ അനിയനാ. പിന്നെ കണ്ണൻകുട്ടി ചെറുത്, അതാ ഒരു പാവാടിയും ബ്ലൗസ് ഇട്ട് നിൽക്കുന്നതാണ് അനിയൻ്റെ വൈഫ്. ഇപ്പോൾ ഉണ്ണിയുടെ ചോറൂണുള്ള കുട്ടിയുടെ അമ്മ. പിന്നെ എഴുത്തിയമ്മേനെയും അമ്മേനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ. അവരെല്ലാ വീഡിയോസിലും വരാറും നിൽക്കാറുണ്ട് കേട്ടോ. എഴുത്തിയമ്മയൊക്കെ നല്ല സപ്പോർട്ട്. എഴുത്തിയമ്മയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കണ്ട, എന്നെ അങ്ങനെ ഈ കോലത്തിലിട്ട് അങ്ങനെ ഒന്നും എഴുത്തിയമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എടുക്കണതിൻ്റെ മുന്നൊന്ന് പറയാൻ വേണ്ടി പറയും. അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മ എത്ര വയ്യെങ്കിലും വീഡിയോയിൽ നിന്നോളൂ. അതുപോലെയായിരുന്നു ആൾക്ക്. ഒട്ടും വയ്യായിരുന്നു, ബി പി ഒക്കെ ആയിട്ട്. എൻ്റെ ഏട്ടനറിയില്ല പോലും എന്നെ വീഡിയോയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ. ഏട്ടത്തിയമ്മ ഭയങ്കര കട്ടക്കി സപ്പോർട്ട് ചെയ്യാറുണ്ട്, നിൽക്കും. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് തരുമൊക്കെ ചെയ്യും. എനിക്ക് തോന്നും അയ്യോ അവർക്ക് എന്തെങ്കിലും തോന്നുമെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ സെറ്റും കൊണ്ട് കൊടുത്താണ് ഏട്ടത്തിയമ്മ. അമ്മയെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നുള്ളത് നാത്തൂൻ്റെ ഇപ്പം അനിയൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഉള്ളത് കുഞ്ഞിതൊക്കെ ഏട്ടൻ്റെയും അനിയൻ്റെയും കൂടെ ഉള്ളതാണ് കേട്ടോ. എല്ലാവരും കൂടി അങ്ങോട്ട് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ആരത് ആക്കിയ അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് അവിടെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അധികം. ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ സെൽഫി എടുത്തതിൽ അവനെ ഓരോന്ന് ട്രോളിങ് കൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൂണ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. പെട്ടെന്ന് ചോറൂണും കാര്യങ്ങളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി വിളിച്ചിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നു. കയറി തൊഴാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു. ചോറൂണിനാണ് തിരക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് അമ്മയും എടത്തിയമ്മയും അവരൊക്കെ കൂടെ സാമ്പാറും നാത്തൂൻ ശ്രുതിയൊക്കെ കൂടെ സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അവർ പേപ്പേഴ്സ് എല്ലാം ഫുൾ സെറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ അവരിങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയല്ലേ ചെയ്തത്. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ഞാനാണ് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അവർ അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കി. സാമ്പാറൊക്കെ എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലിയൊക്കെ അമ്മ രാവിലെ 2 മണിക്കോ 2:30ക്കൊക്കെ എണീറ്റിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കയ്യിലൊരു കമ്പി എങ്ങാൻ കുത്തി, അത് വീങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് അതൊരു സങ്കടവും വിഷമവും ഒക്കെ കൂടിയാണ് കേട്ടോ. വയ്യാണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വയസ്സായ അച്ഛനമ്മമാർക്കോ ഇനിയിപ്പോൾ വയസ്സായിട്ടില്ലെങ്കിലും അവർക്ക് പ്രായം കൊണ്ടിടത്തോളം എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ. അയ്യോ ഇനിയിപ്പോൾ അത് വല്ല കുത്തിപ്പഴുക്കോ ഉണങ്ങല്ലേ എന്നൊക്കെ ഉള്ളത്. ആ ഒരു ടെൻഷൻ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഏട്ടനെയോണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് വണ്ടി പാർക്കിങ്ങിൻ്റെ ആ സ്ഥലത്തിരുന്ന് കഴിക്കുക. വേസ്റ്റൊക്കെ നമ്മൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. കൈ കഴുകാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പൈപ്പും ഉണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വയറ് നിറയെ കഴിച്ച് ഇവിടെ എന്തോ ഒരു ഓഫീസാണ് കേട്ടോ. എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഉള്ള ഏട്ടനോട് ഞാൻ വീഡിയോയും ഫോട്ടോസും ഇവിടെ നിന്ന് എടുക്കട്ടെ വെച്ചപ്പോൾ എടുത്തോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് കയറി ഞങ്ങൾ ചറപറാന്നെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് പിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഒരു പുതിയ ഡ്രസ്സ് എടുത്ത് പോയതിലുള്ള ഒരുപാട് എനിക്ക് ഫോട്ടോസ് കിട്ടി. പിന്നെ അവിടെ നിന്ന് പ്രഹസനമായിരുന്നു, എന്തൊക്കെ ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു, പിള്ളേരായിട്ട് എടുത്തു. ഭയങ്കര ഫുഡും കഴിച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. ഇനി നമ്മൾ ആനപ്പന്തിയിൽ പോകാമെന്ന് പറഞ്ഞു അനിയൻ. ഏതായാലും വന്നതല്ലേ, അവിടെയും കൂടെയും പോയിട്ട് നമുക്ക് പോരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടി കിട്ടിയ എങ്ങനെ ഇരിക്കും ചൂട്, അതുപോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോവാണ്. അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് സെക്യൂരിറ്റി ഏട്ടൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു എന്താ പറയുക കൊട്ടാരം ഉണ്ടല്ലോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കൊട്ടാരം തന്നെയാണ് തോന്നുന്നത്. റെഡിയാക്കാൻ വേണ്ടിയിട്ട് പഴയതല്ലേ, അതൊക്കെ ഒരു വിധമൊക്കെ കേടായിട്ടുണ്ട്. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു എറണാകുളത്തുള്ള തോന്നുന്നു ഒരു ഏട്ടൻ അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സാറ് 17 കോടിയോ എങ്ങാണ്ടൊക്കെ കൊടുത്തതിൻ്റെ കാര്യമാണെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ മുന്നേയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ.
ഒരു 5-6 വർഷത്തിൻ്റെ ഒക്കെ മുന്നേ. അങ്ങനെ ഇവിടെ വന്ന് ഈ കുളത്തിലുണ്ട് തുനാന്നനെ മീനുകളുണ്ട് കേട്ടോ. എന്ത് രസം കാണാൻ വേണ്ടിയിട്ടെന്നറിയോ. ഇവിടെ നിന്നിട്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമല്ലേ, കണ്ടില്ലേ ഇത്രയും കാണണല്ലേ, ഇതിനെക്കാട്ടിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ട് നേരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് മീനുകൾ അങ്ങനെ ഈ ഒരു അരു പിടിച്ച് ഇങ്ങനെ കിടക്കുക, കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇറങ്ങണുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം തിരിച്ചങ്ങോട്ട് തന്നെ കയറി കേട്ടോ. വെള്ളമല്ലേ, ചിലപ്പോൾ എങ്ങാനും അവറ്റ ഓടി അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇവരെ കൊണ്ടൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് കേട്ടോ. ചെറിയ അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഇതാ വഴിയെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കയറി കഴിഞ്ഞാൽ എല്ലാവരും കയറുമെന്ന് വിചാരിച്ച് ഞാനും കൂടി തിരിച്ച് കയറി. കണ്ണൻകുട്ടി ആദ്യം ഉണ്ടാവും കേട്ടോ എവിടെയാണെങ്കിലും. അങ്ങനെ ഞാൻ തിരിച്ച് കയറി. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കാണുകയാണ്. ആനയോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് കേട്ടോ, ഇഷ്ടത്തെക്കാട്ടിലും കൂടുതൽ. ഇന്ത്യയിലാണ് കേട്ടോ. ഞങ്ങൾ കുറേ ഒരു 6 വർഷം മുന്നേ വന്നേ. ഇപ്പോൾ പിന്നെ കുറേ വന്നത് ഇത്ര അങ്ങോട്ട് നോക്കി വന്നാൽ അധികം ഒന്നുമില്ല. അന്നാണ് വന്നപ്പോൾ ഇതിലും കൂടുതൽ ഉള്ള പോലെ അവിടെ ഒക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലുണ്ടാവും. നമുക്ക് പോയാൽ അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഓരോ ആനകളും അവിടെ ഇവിടെ കണ്ട് ഞാൻ കാണുമ്പോഴേക്കും ആനയെ കാണുമ്പോഴേക്കും അവിടെ ഇതില്ലേ ഭയങ്കര കൂട്ടിക്കുറുമ്പനാ തോന്നുന്നുണ്ട്. ആ പാപ്പാനെ പറയണ്ടോ എല്ലാവരുടെ അടുത്തും മാറാൻ വേണ്ടിയിട്ട്. ഞാൻ മാറിക്കോ എന്ന് പറഞ്ഞ് അതൊന്ന് സ്റ്റെക്കായില്ലേ. ആ സമയം കൊണ്ട് ഇപ്പുറത്തൊരു വീടുണ്ട്, അതിൻ്റെ ബാക്കിലേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പേടിച്ചിട്ട്. എനിക്ക് ഇത് വിറ്റുള്ള പേടിയാണ്. എന്താ വെച്ചാൽ ഈ പൂരത്തിനൊക്കെ കുത്തിക്കൊല്ലും ചവിട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ആനയെ ഒരുവിധം എല്ലാവർക്കും പേടിയായിരിക്കും. പക്ഷേ ചിലവർക്ക് ഭയങ്കര ജീവനായിട്ട് അതിനോട് ഇഷ്ടവും ആരാധന. ഈ പറഞ്ഞ പോലെ ആന പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. എനിക്ക് ഏറെക്കുറെ പേടിയാണ് കേട്ടോ. അങ്ങനെ കുറേ ആനക്കുട്ടന്മാരെ കുളിപ്പിക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ അവിടെ നടന്ന് നമ്മൾ ചുറ്റി നടന്ന് കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഗുരുവായൂർ പോയി വന്നു ഗൈസ്. ഞാൻ നമ്മുടെ വീട്ടിലാണ്, ഞങ്ങൾ കിടന്നു പറഞ്ഞതാണ്. അമ്മ അവിടെ താഴെ ഉണ്ട്, അമ്മേനെ കാണില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുട്ടികളുടെ കൂടെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളാവുക കാരണം വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് പണി കിട്ടാറുണ്ട്. ചിലവരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ ചിലപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടും ഒക്കെ കുഞ്ഞു മക്കളല്ലേ ഇടാണ്ടിയൊക്കെ ആയിരിക്കും. അങ്ങനെ അനിയൻ്റെ വക ബിരിയാണി അവ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അതൊക്കെ വയറ് നിറയെ കഴിച്ചിട്ട് ഞാൻ ആ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്നേന്ന് വെച്ചിട്ട് എല്ലാ പണികളും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല, വൈകുന്നേരം ഇടാനുള്ള ഷോർട്സ് റെഡി ആയിട്ടില്ല, ഒരു ബക്കറ്റ് തിരുമ്പാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ പോയി വന്നു കേട്ടോ. വീട്ടിലേക്ക് പോയി അവിടെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ വന്നു ലൈവ് കയറി. പൂജയ്ക്കും കണ്ണൻകുട്ടി നല്ലൊരു ഉറക്കം പാസ്സാക്കി. കണ്ണൻകുട്ടി കളിക്കാൻ പോയി കേട്ടോ. ഇനി നമുക്കൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടക്കിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വൈകിട്ട് തുടച്ചിട്ട് പിന്നെ വേറെ അതൊന്നും ആയിട്ടില്ല. അടിച്ചു വരണം, ഡ്രസ്സുകൾ എടുക്കാണ്ട്, ചിലപ്പോൾ തിരുമ്പാൻ പോകണം, വളാഞ്ചേരി പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന നേരം വൈകും. ഇവിടെ പോയി വന്നാലും നമുക്ക് ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ദൈവമേ ഞാൻ കുറേയൊക്കെ മുന്നേക്കെ നല്ല സുഖമായിട്ട് വീട്ടിൽ ജോലിക്കും പോയി ആ കാര്യം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നായിരുന്നു. എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നിൽക്കാൻ പോയിട്ട് ഇരിക്കാൻ നേരമില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഡെയിലി ഈ ലോങ് വീഡിയോയും 2 ഷോർട്സും ലൈവും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് സമയത്ത് നമ്മളത് ചെയ്യുകയും വേണം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് കിടക്കാൻ നിൽക്കുന്ന സമയത്താവും അയ്യോ ആ ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ടില്ലല്ലോ, അയ്യോ ലോങ് വീഡിയോയുടെ ഈ കാര്യം ചെയ്തിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ നാളേക്കുള്ള ഷോർട്സ് ഇല്ലല്ലോ ഭഗവാനെ, മറ്റൊന്ന് എൻ്റെ കാര്യത്തിന് പോകണം, അപ്പോൾ ആ സമയത്തേക്കുള്ള ഷോർട്സ് ഞാൻ എന്ന് റെഡിയാക്കണം. അങ്ങനെയൊക്കെ കൂടെയാണ് കേട്ടോ. ഞാൻ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ആ കറക്റ്റ് ഒരു ഇതിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടെ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അത് ഇനി എവിടെ എത്തും അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല എന്നുള്ളതൊന്നുമല്ല, അത് ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് ചെയ്യുക. അത് ദൈവം ചിലപ്പോൾ എനിക്കിതിൽ നല്ലതോ ചീത്തതോ എന്താ തീരാന്നൊന്നും എനിക്കറിയണ കാര്യമല്ല. പക്ഷേ എന്തായാലും നമ്മളതൊരു പാഷനായിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിലും ജോലിയായിട്ട് ചെയ്യുക, രണ്ടാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പോലെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഓടി ഇങ്ങോട്ട് പോരും കേട്ടോ. വീട്ടിൽ വന്ന പാടന്നെ നമ്മൾ ഉണക്കാനിട്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. മടക്കാനിപ്പം നിന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് മുറ്റൊന്ന് അടിച്ചു വാരിയിട്ടു. ഈ സ്റ്റെപ്പില്ലേ ഇവിടെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അടിച്ചു വരാറുള്ളൂ. അത് മേലെന്ന് നമ്മൾ ഈ ടെറസിൻ്റെ മേലേക്ക് കയറുമ്പോൾ അവിടുന്ന് പൊടികളും കാര്യങ്ങളൊക്കെ ആവണത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പിള്ളേരൊക്കെ കയറിയിട്ട് അങ്ങോട്ട് അവരിങ്ങനെ കാല് ചവിട്ടി തുടക്കി അങ്ങനെയൊന്നും ശ്രദ്ധിക്കാണ്ട് ഇങ്ങോട്ട് കയറുമ്പോഴുള്ള പൊടികളൊക്കെയാണ്. അപ്പോൾ അതിന് ഏതായാലും മെനക്കെട്ടു ഇന്ന് അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ ഇപ്പോൾ ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഭാഗം എപ്പോഴും വൃത്തിയായി നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങോട്ട് വൃത്തിയാക്കി കേട്ടോ. അങ്ങനെ പിന്നെ എല്ലായിടും ഒന്ന് അടിച്ചു വാരിയിട്ടു. നമ്മൾ ഒരു ദിവസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നേരം ആയിക്കോട്ടെ പുറത്ത് പോയി വന്നിട്ട് ഒരു രാവിലെ പോയി വൈകുന്നേരം വരുമ്പോഴേക്കും നമുക്ക് ആ വീടില്ലേ ആകെ കൂടെ ഒരു വൃത്തി ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഒരു തൃപ്തി ഇങ്ങോട്ട് തോന്നില്ല. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഞാനിതാ 1 മുതൽ റെഡിയാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ പുലർച്ചെ എണീറ്റ് പോയതല്ലേ, അതുകൊണ്ട് ആ അടിച്ചു വാരാതെയും പിന്നെ ആകെ കൂടെ നമ്മൾ എടുത്തതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ കിടന്നിട്ടില്ല, ഒരു അലമ്പ് പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ തുടയ്ക്കാൻ വെച്ചാൽ വൈകിട്ട് അവിടെ എല്ലാം തുടച്ചതായിരുന്നു. അതുകൊണ്ട് ഞാൻ സിറ്റ് ഔട്ടും
ഹാളും കൂടാണ്ട് തുടയ്ക്കാൻ വിചാരിച്ചു. റൂമൊന്നും അത്ര വലിയ വൃത്തികേടാവില്ല, നമ്മൾ കിടക്കാൻ വേണ്ടി കയറണതല്ലേ അവിടെ, പിന്നെ അത്രയും വൃത്തിയിൽ നോക്കണേ ആയതുകൊണ്ട് അവിടെ ഒന്നും അലമ്പുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സിറ്റ് ഔട്ടും അവിടെ കൂടെ അങ്ങോട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ ചെറിയല്ല നമ്മുടെ ഇതില്ലേ തുളസിയും കറ്റാർവാഴയൊക്കെ, അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. തുടയ്ക്കണത് വീഡിയോ അതിനകത്തുനിന്ന് പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, അത് സ്കിപ്പായിട്ടുണ്ട് പൂജിട്ട് എടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ. വീഡിയോ ഈ പറഞ്ഞ പോലെ ഏതോ ഒരു കഴിഞ്ഞ Q&Aയുടെ വീഡിയോയിൽ അവൾ ഒരെണ്ണം ഞാനൊരു റിലേഷൻഷിപ്പിന് ചോദിച്ചത് ഞാൻ ഇതിലും കൂടുതലായിട്ട് വിവരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവൾ എടുത്തിട്ടില്ല. വീഡിയോ ഓണല്ല, അത് നമുക്ക് പറ്റിപ്പോകും കേട്ടോ. അങ്ങനെയൊക്കെ അത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഇതും അങ്ങനെ പോയി. അങ്ങനെ നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട് നേരെ തോട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ. ഇനി അതും കൂടെ തിരുമ്പി വന്നിട്ടില്ലെങ്കിൽ നാളേക്ക് അത് 2 ബക്കറ്റായി പോകും. അപ്പോൾ പിന്നെയും ഞാൻ മെനക്കെടേണ്ടി വരും. ആദ്യത്തിന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ 1 മണിക്കൂർ കിടന്നുകൊണ്ട് എനിക്ക് ആ 1 മണിക്കൂർ ഒരു റെസ്റ്റ് കിട്ടി കേട്ടോ. ഇനി ഇതാണ്ട് അലക്കി കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വളാഞ്ചേരി പോകാൻ വേണ്ടിയിട്ടുണ്ട്. സാധനങ്ങൾ ഓണത്തിന് വാങ്ങിയതായിരുന്നില്ല, അതൊക്കെ ഒട്ടുമിക്കതും തീർന്നുണ്ട്, പച്ചക്കറിയും കാര്യങ്ങളും. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കല്ലേ, അപ്പോൾ അവർക്കുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടുന്ന് കടയിലേക്ക് പോകാനും പറ്റില്ല, അതുകൊണ്ട് അതൊക്കെ ഒന്ന് വാങ്ങി വരുമൊക്കെ വേണം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി വന്നിട്ട് വേണം നമുക്ക് കറിക്കുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇന്നൊരു നിൽക്കക്കള്ളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് നല്ല കുറേ ആയിട്ട് ഇപ്പം ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു റെസ്റ്റ് ഒരു 2 ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ബാലൻസൊക്കെ തെറ്റിയിട്ട് ഞാൻ കിടക്കണമെന്ന് പറയും. ഞാനിങ്ങനെ വീഡിയോടൊക്കെ മുന്നിൽ നമ്മൾ ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണ പോലെയല്ല, കുറേ കഴിയുമ്പോഴേക്കും എൻ്റെ ബോഡി വീക്കാവണം, എനിക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ, റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഈ കൈയിൻ്റെ വേദന എന്ന് പറയുന്നതില്ലേ എൻ്റെ പൊന്നെ, എനിക്കിങ്ങനെ എന്താ പറയുക, അത്രയും പെയിൻ ഉണ്ട്. അതും കൂടെ ഒന്ന് കാണിക്കണം എന്തായാലും ഈ ആഴ്ചയുടെ ഉള്ളിൽ. എനിക്ക് കൈവേദനയുടെ ഒന്ന് കാണിക്കണം കേട്ടോ. ബാക്കി ഞാൻ എന്തും ഞാൻ സഹിക്കും. ഇങ്ങനെ ഒരു മല എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ട് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കൈവേദന എനിക്ക് സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റണില്ല. നമ്മളിത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവുകയും ചെയ്യും. അങ്ങനെ എല്ലാം അലക്കിയെടുത്ത് പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വൈറ്റും കൂടെയൊക്കെ അല്ലേ, പിന്നെ ഓണക്കോടിയും എല്ലാം റെഡി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ട്, പിന്നെ അല്ലാത്തതും ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ അങ്ങോട്ട് തിരുമ്പിയിട്ട് പോരാ. നല്ല രസമാണ് ഈ സമയത്ത് തോട്ടിൽ വന്നു കഴിഞ്ഞാൽ. എന്ത് രസമാണെന്ന് അറിയാം അവിടെ നിൽക്കാൻ വേണ്ടി. കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ടാവും, ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് തിരുമ്പിയിട്ട് വേഗം പോരാ. ചില സമയങ്ങളിൽ ആരും ഉണ്ടാവില്ല കേട്ടോ. രാവിലെയൊക്കെ പോകുമ്പോൾ ആരും ഉണ്ടാവില്ല, വൈകിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇവൻ്റെയൊക്കെ ചെറുതിൽ ഇവരുടെ പ്രായത്തിൽ ഞാൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുക പോലും ചെയ്യായിരുന്നില്ല കേട്ടോ. ഇപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് താഴേക്ക് ഞാൻ ഇറങ്ങില്ല. എനിക്ക് നീന്താൻ അറിയാമോ ചോദിച്ചാൽ അറിയാം, ഒന്നും ഇങ്ങോട്ട് രക്ഷപ്പെട്ട് പോരും, അത്ര അല്ലാതെ ഞാനൊരു പ്രോ നീന്തൽ ആളല്ല കേട്ടോ. അത്രയും എനിക്കറിയില്ല, പൂജട്ടിക്ക് അത്രയും അറിയില്ല. അതുകൊണ്ട് എനിക്ക് അവളെ ഇറക്കാൻ വേണ്ടി, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇറക്കാൻ വേണ്ടി പേടി. അവിടെയൊക്കെ ആകുമ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ വലിയ കുഴപ്പമില്ല, ഇവിടെ പേടി. അതുകൊണ്ട് അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം തിരുമ്പി ഊരിയൊക്കെ പിഴിഞ്ഞ് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മക്കളെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, കഷ്ടമുണ്ട്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്ക് വീഡിയോസ് നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സ്കിൻ കെയർ, ബ്യൂട്ടി ടിപ്സ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോസിൽ അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ സജഷൻസും കാര്യങ്ങളൊക്കെ കുറേ കൂട്ടുകാരന്മാർ, കുട്ടികളായാലും ഏട്ടന്മാരായാലും ചേച്ചിമാരായാലും ഒക്കെ പറയാറുണ്ട്. അതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് സൂപ്പർ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ തിരുമ്പിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഇനി വിളക്ക് വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതൊന്നും ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ലെങ്ത് ആയി പോവും. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ, സീ യു.